കഴിഞ്ഞ ഭരണസമിതി നല്ലൊരു ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഇപ്പോൾ ഉള്ള നമ്മളെ ഭരണസമിതി നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. മങ്കട ഗ്രാമപഞ്ചായത്തിലെ UDF അധികാരത്തിലേറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചാരണം തുടങ്ങിയ UP ഫാത്തിമയെ UDF ഒറ്റക്കെട്ടായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. UDF പ്രവർത്തകരും പ്രസിഡന്റ് മാത്രമല്ല UDF പ്രവർത്തകർ എല്ലാവരും ഒരുപോലെ വലിയ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. പ്രചാരണം തുടങ്ങുമ്പോഴേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ ഞങ്ങൾ വന്നിരുന്നു. അന്ന് പറഞ്ഞായിരുന്നു ജനം തീരുമാനിക്കുമെന്ന്. ജനം തീരുമാനിച്ചു, നിങ്ങൾ തന്നെ ഇവിടെ ജയിക്കണമെന്നും പ്രസിഡന്റ് ആവണമെന്നും. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ജനത്തിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ ജനം എന്നെ ചതിക്കൂല എന്നുള്ളത്. അത് നമ്മളെ പ്രതീക്ഷ പോലെ തന്നെ ആവും ചെയ്തു. ഞാൻ ജയിച്ചു. ഏതാണ്ട് 16 വാർഡുകളിൽ ജയിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങൾ നിങ്ങൾ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചപ്പോൾ വലിയൊരു വികസനം നിങ്ങളിലൂടെ, നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് അസ്കർ അലി അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഇനിയും വലിയ വികസനം ഈ നാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ ഭരണസമിതി വരുമ്പോഴും ജനങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ മങ്കടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വേണ്ടതുണ്ട്. അതിനൊക്കെ UDF നേതാക്കളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വലിയൊരു വികസനത്തിലേക്ക്, കുതിപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലേ? കഴിയും, ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഭരണസമിതി നല്ലൊരു ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഇപ്പോൾ ഉള്ള നമ്മളെ ഭരണസമിതി നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ നല്ല നല്ല വികസനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം പ്രസിഡന്റിന്റെ കീഴിലെ സഹപ്രവർത്തകരാണ്. വിവേചനമില്ലാത്ത ഒരു വികസനമാണ് നാട് പ്രതീക്ഷിക്കുന്നത്. അതിൽ UDFന് അധികാരത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിക്കുമ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുക വിവേചനമില്ലാത്ത ഒരു വികസനമാണ്. ആ വിവേചനമില്ലാത്ത ഒരു വികസനം എന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു വാക്കുകൂടി ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? കഴിയും. നമുക്ക് വിവേചനമില്ലാതെ നമ്മൾ ആദ്യം തന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യാണ് നമ്മൾ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ളത്. അന്നും ഇതുപോലെ തന്നെ നമ്മൾ ഏത് പാർട്ടിയാണോ എന്താ നോക്കിയിട്ടില്ല, നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനിയുള്ള ഭരണസമിതി നമ്മൾ ഏത് പാർട്ടിയാണോ എന്തോ നോക്കൂല, നമ്മൾ ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. ജനകീയ ഭരണമാണ് ഉണ്ടാവുക. അതെ, ജനകീയ ഭരണമാണ് ഉണ്ടാവുക. അതിന് ഞങ്ങൾ 21 മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളത്. ആ 21 മെമ്പർമാരും നമുക്ക് ഒരേപോലെ സപ്പോർട്ട് ഉണ്ടാകുന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ജയിക്കുകയല്ല ജനം ജയിപ്പിച്ചതാണെന്ന്. ഇതെല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോ സാദിഖ് അലി, ബഹുമാനായ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒരു വലിയൊരു, എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു വാക്കാണത്. ജനം തെരഞ്ഞെടുത്ത ഓരോ ജനപ്രതിനിധികളും. അപ്പൊ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ പോലെ ജനം തെരഞ്ഞെടുത്തതാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പ്രവർത്തിക്കുമെന്ന് ഒരു ഉറപ്പ് കൂടി ജനങ്ങൾക്ക് കൊടുക്കാമല്ലോ. കൊടുക്കാം. നമ്മൾ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. തങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു വോട്ട് കൊണ്ട് നമ്മൾ ജയിക്കൂല. ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചാൽ തന്നെ നമ്മൾ ജയിക്കുള്ളൂ. അപ്പൊ ആ ഒരു ജനങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം. നമ്മൾക്ക് എന്ത് കഴിവാണ് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ നോക്കും. അത് നമ്മൾ പ്രവർത്തിക്കും ചെയ്യും. എന്തായാലും ജനങ്ങൾക്കൊരു വലിയ ഉറപ്പ് നൽകുന്നുണ്ട് UP ഫാത്തിമ. മങ്കടയുടെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട UP ഫാത്തിമ വിവേചനമില്ലാത്ത ഒരു ഭരണമായിരിക്കും. ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി UDF നേതാക്കളുടെയും മാത്രമല്ല ജനങ്ങളുടെയും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന ഒരു ഉറപ്പ്, അതിന് വിവേചനം ഒന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കൂടി UP ഫാത്തിമ ജനങ്ങൾക്ക് നൽകുന്നു. മുസ്ലിം ലീഗിന്റെ മങ്കട പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ് മൻസൂർ മാസ്റ്റർ. ഇപ്പോൾ അദ്ദേഹം ഇവിടെ വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് കൂടിയുണ്ട്. ഒരു ജനറൽ വാർഡിൽ ഒരു വനിതയെ മത്സരിപ്പിച്ച് അവരെ, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി പ്രചരണ രംഗത്ത് ഇറങ്ങിയത് UP ഫാത്തിമയായിരുന്നു. ജനറൽ വാർഡിൽ തന്നെ ഒരു വനിതയെ മത്സരിപ്പിച്ച് അവസാനം അവരെ പ്രസിഡന്റിന്റെ കസേരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയ അഭിമാനമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പൊ ജനങ്ങൾക്കുള്ള ആ സന്തോഷം, നിങ്ങളുടെ സന്തോഷം എല്ലാം കൂടി ചേരുമ്പോൾ വികസന കുതിപ്പിന്റെ ഒരു നാന്ദിയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കൂട്ടിൽ പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു UP ഫാത്തിമ. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പതിറ്റാണ്ടുകളോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള UP ഫാത്തിമ തന്നെ വരണം എന്നുള്ളത് പാർട്ടി കോറത്തിലൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും എല്ലാം വെച്ചിട്ടാണ് ഒരു ജനറൽ സീറ്റിൽ UP ഫാത്തിമയെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, മങ്കട നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തിലും UDF
ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്നുള്ളത് അത് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. കേരളത്തിലെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വലിയ പ്രയാസങ്ങൾ ജനങ്ങൾക്കറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിൽ അഡ്വക്കേറ്റ് അസ്കർ അലിയുടെ നേതൃത്വത്തിലുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് ഈ മങ്കടയിലെ നാട്ടുകാർക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ഭരണസമിതി ഒരൊറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും മൻസൂർ മാസ്റ്റർ എല്ലാവർക്കും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. വിവേചനമൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഈ മങ്കടക്കാരെ ചേർത്ത് പിടിച്ച് മങ്കടയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി പരിശോധിച്ച് ഒരു മികച്ച ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ജനറൽ വാർഡിൽ UP ഫാത്തിമയെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ തന്നെ ജനങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന ഒരു ഉറപ്പ് കൂടിയാണ് ജനങ്ങൾക്ക് നൽകിയത്. ജനം ഇവർ പറഞ്ഞത് പൂർണ്ണമായിട്ടും മുഖവിലക്കെടുത്തു. അങ്ങനെ UDF അധികാരത്തിലെത്തിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ നടക്കും. ഏതായാലും മികച്ചൊരു ഭരണം മങ്കട പഞ്ചായത്തിൽ UDF ഭരണസമിതിക്ക് സാധിക്കട്ടെ. അത് അങ്ങനെ ഭരണം നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മങ്കടയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ജനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ സ്വീകാര്യനായ ഒരു ജനകീയ നേതാവ് എന്നൊക്കെ പറയാം അബ്ദുൽ കരീം. ഇക്കാര്യത്തില് ഇതുവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. UP ഫാത്തിമ പ്രസിഡന്റ് ആവുന്നതിനെ കുറിച്ച് മഞ്ഞളാംകുഴി അലി MLA എടുത്ത ഒരു എഫേർട്ട് ഉണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ. അതോടൊപ്പം തന്നെ UDF എല്ലാ നേതാക്കളും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നിങ്ങൾ എല്ലാവരോടും ചേർന്നപ്പോഴുള്ള ഒരു വിജയമായിരിക്കുമല്ലോ ഇത്. തീർച്ചയായും ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടില്ല. ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷിച്ച ഒരു വിജയമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനറൽ സീറ്റായിട്ട് പോലും UP ഫാത്തിമയെ UDF നേതൃത്വം അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട UP ഫാത്തിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 തവണ ഈ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയിലെ അംഗമായിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കെ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിൽ ധീരമായ നേതൃത്വം വഹിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു. മാത്രവുമല്ല 2018 മുതൽ ഇവിടെ കുടുംബശ്രീയിലെ CDSന്റെ പഞ്ചായത്തിലെ ചെയർപേഴ്സൺ ആയിട്ട് ധാരാളം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മഹൽ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ, ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷക്കൊത്ത് അവർക്ക് ഉയരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അവർക്ക് കഴിയും എന്നുള്ള നിലയിലാണ് മുൻകൂട്ടി തന്നെ UDF നേതൃത്വം അവളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ഇന്ന് ഇവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ MLA കാര്യം ഞാൻ ചോദിച്ചു. അതായത് പെരിന്തൽമണ്ണയില് നജീബ് കാന്തപുര MLA, വി ബാബുരാജ് ഇവരുടെ ഒരു വലിയ ഇതുണ്ടായിരുന്നു. ടീം UDF ഒപ്പം അവർ മുന്നിൽ നിന്ന് നയിച്ചായിരുന്നു. ഇവിടെയും മഞ്ഞളാംകുഴിയിലെ MLA ബാക്കി എല്ലാവരും ചേർന്നുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായി 7 പഞ്ചായത്തുകളിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 7 പഞ്ചായത്തുകളിലെ വിജയത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി സഹായിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് MLAയുടെ നേതൃത്വത്തില്, ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുടെ നേതൃത്വത്തില് ഈ മണ്ഡലത്തിലുടനീളം 7 ഗ്രാമപഞ്ചായത്തുകളും അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്തും അവിടെയുള്ള ജില്ലാ പഞ്ചായത്തും മുഴുവനായിട്ടും നല്ല മൃഗീയ ഭൂരിപക്ഷത്തിന് ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുകയും ഇന്ന് 7 ഗ്രാമപഞ്ചായത്തിലും UDF നേതൃത്വം അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്രവചിച്ച പ്രകാരം കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് MLAയുടെയും ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വത്തിന്റെയും ഒക്കെ കഴിവാണ്. പ്രത്യേകിച്ച് നേരത്തെ മൻസൂർ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ 9 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനെതിരെയും കഴിഞ്ഞ 5 വർഷക്കാലം ഈ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ ഇവിടെ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തികൾക്കുള്ള ഒരു അംഗീകാരവുമായിട്ടാണ് ഈ വിജയം ഞങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആ ബോധ്യം വന്നു. ജനങ്ങൾക്ക് മനസ്സിലായി ഈ വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ഈ UDF ഭരണസമിതിയെ തന്നെ വേണമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതിന്റെ ഒരു തെളിവാണ് UDF ഈ വലിയ വിജയമെന്നാണ് കരീം നമ്മളോട് പറഞ്ഞത്. നമ്മളോടൊപ്പം മങ്കടയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് അസ്കർ അലി കൂടി ചേരുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നേരത്തെ ആര് നടത്തിയിട്ടുണ്ടോ ആ നടത്തിയതിന്റെ തുടർച്ചയായിരിക്കണം ജനങ്ങൾ വീണ്ടും അതേ പാർട്ടിയെ തന്നെ അധികാരത്തിലെത്തിക്കുക. അത് ഉറപ്പാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. താങ്കളുടെ വികസന കാഴ്ചപ്പാട്, വികസനത്തെക്കുറിച്ചുള്ള താങ്കളുടെ തീരുമാനങ്ങൾ അതൊക്കെ ഈ മങ്കടയിൽ നടപ്പാക്കിയതിന്റെ ഫലം കൂടിയായിരിക്കുമല്ലോ ഒരു തുടർഭരണം കിട്ടിയത്. അതായത് നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ മേഖലകളിൽ ഒരു സമഗ്രമായ വികസനമാണ് നടന്നത്. ആ വികസനത്തിന് ഒരു തുടർച്ച ഉണ്ടാവാൻ സാധിക്കുന്ന തരത്തിൽ
വളരെ കഴിവുറ്റ ഒരു പ്രസിഡന്റിനെയാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2 ടേമിലായി പഞ്ചായത്തിലെ മെമ്പറും അതേപോലെ 89 വർഷക്കാലം CDSന്റെ ചെയർപേഴ്സണും ഒക്കെ ആയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ കഴിഞ്ഞ ഭരണസമിതി നേതൃത്വം കൊടുത്ത വികസന പ്രവർത്തനങ്ങൾ തുടരാനും പുതുതായി പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തി നടപ്പിലാക്കാനും ഇവർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. ഏതായാലും UP ഫാത്തിമ നേരത്തെ 2 വട്ടം ഇവിടെ മെമ്പറായിരുന്നത് മാത്രമല്ല, കുടുംബശ്രീയുടെ CDSന്റെ ചെയർപേഴ്സൺ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഓരോ വീടുകളിലും സ്ത്രീകളുടേതായ എന്ത് ആവശ്യങ്ങൾക്കുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുമായിരുന്നു. അവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ രാത്രിയോ പകലോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഞാനങ്ങനെ സമയമൊന്നും നോക്കൂല, കഴിയുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവര് നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും ഇനിയും ജനങ്ങളുടെ ആവശ്യം, ഇനി ഒരു വാർഡിലെ മാത്രമല്ല ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് അവരെ അറിയിക്കുക, ആ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊരു ഉറപ്പ് നൽകുന്നുണ്ട്. വിവേചനമൊന്നും ഉണ്ടാവില്ല. ഈ ഭരണ തുടർച്ച എന്നത് നേരത്തെ ഭരിച്ചിരുന്ന അഡ്വക്കേറ്റ് അസ്കർ അലിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഒരു അംഗീകാരം നൽകിയതാണ് വീണ്ടും UDFന് അധികാരം കിട്ടിയതെന്ന് കൂടി സ്പഷ്ടമാക്കുന്നുണ്ട്. ഏതായാലും മികച്ച ഒരു പ്രസിഡന്റിനെ തന്നെ ഈ നാടിനെ സമർപ്പിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നല്ല രീതിയിൽ ഭരണം നടത്തുമ്പോഴാണല്ലോ ജനങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേറ്റുക. മികച്ച ഭരണം തന്നെ നടക്കട്ടെ. വലിയ വികസന പ്രവർത്തനങ്ങൾ ഇനി ഇവിടെ നടക്കാറുണ്ട്, ഒരുപാടുണ്ട്, പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തി ആ വികസന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് മികച്ച ഭരണകർത്താക്കളെന്ന് മറ്റുള്ള ഭാവിയിൽ വരുന്നവരെ കൊണ്ട് പറയിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്, നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.